ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ വേൾഡ് ബിൽഡിങ്ങും ഒരുപാട് ലോറും ഒരുപാട് ഡീറ്റെയിലിങ്ങും ഒക്കെയുള്ള സീരീസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റിയ ഒരു സീരീസ് ഉണ്ട്. മറ്റൊന്നുമല്ല, ആമസോൺ പ്രൈമിൻ്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള ഫാൾ ഔട്ട്. സോ ഈ സീരീസിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഫാൾ ഔട്ട് എന്ന ഗെയിം സീരീസിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ് ഈ സീരീസ്. ഭയങ്കരധികം പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിം സീരീസാണ് ഇതിൻ്റേത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരധികം ഹൈപ്പോടെ ആയിരുന്നു ഈ സീരീസിന് വെയിറ്റ് ചെയ്തത്. ഞാൻ സീരീസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ വർഷം ഇറങ്ങിയതിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസാണിത്. കാരണം അമ്മാതിരി കിടുവായിട്ടാണ് അവർ ഈ സീരീസ് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ബ്ലാക്ക് കോമഡി ജോണറിൽ വരുന്നൊരു സീരീസാണിത്. സീരീസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് ആണ്. ഒരു അപ്പോക്കാലിപ്സിന് ശേഷമുള്ള ഒരു ഫാൻറ്റസി വേൾഡിനെയാണ് സീരീസ് എടുത്തു കാണിക്കുന്നത്. ഒരു ന്യൂക്ലിയർ വാർ സംഭവിച്ച് ലോകം മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് സീരീസിൽ കാണിക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ ബോംബുകൾ ഇട്ട് ഫുൾ ഡിസ്ട്രോയ് ചെയ്യുന്നു. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് 200 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് സീരീസിൽ കാണിക്കുന്നത്. ഇപ്പോൾ വേൾഡ് നമ്മൾ മാഡ് മാക്സിലൊക്കെ കണ്ട പോലെയുള്ളൊരു വേസ്റ്റ് ലാൻഡാണ്. ഈ വേസ്റ്റ് ലാൻഡിൽ തന്നെ അവശേഷിക്കുന്ന മനുഷ്യർ പല പല ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ റെയ്ഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ബ്രദർഹുഡ് ഉണ്ട്, അതുപോലെ ഈ റേഡിയേഷൻ അടിച്ചിട്ട് മ്യൂട്ടേറ്റായി ഗൂൾസായി മാറിയ മനുഷ്യരുണ്ട്, സോംബീസ് ഉണ്ട്. അതും കൂടാതെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് വോൾട്ടുകളുണ്ട്. ഈ വോൾട്ടിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരും ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു വലിയ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡാണ് സീരീസിലുള്ളത്. ആൻഡ് ഇതെല്ലാം തന്നെ നല്ല ഡീറ്റെയിലിങ്ങോടെ വളരെ നീറ്റായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേൾഡിനോടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നും. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും അടുത്ത ഈ വേൾഡിൽ എന്താണ് കാണിക്കാൻ പോകുന്നതെന്നൊരു എക്സൈറ്റ്മെൻറ്റ് കാണുന്ന ഓഡിയൻസിനുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ്, വിച്ചറൊക്കെ പോലെ ഒരുപാട് ലോറും വേൾഡ് ബിൽഡിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ സീരീസ്. ആൻഡ് സീരീസിൻ്റെ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ലൂസി, മാക്സിമസ്, ഗൂൾ എന്നിങ്ങനെ 3 പ്രധാന ക്യാരക്ടേഴ്സാണുള്ളത്. ഇതിലിപ്പോൾ ഈ ലൂസിയുടെ ക്യാരക്ടർ എടുത്തു നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വോൾട്ടിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലൂസി. ഒരു ദിവസം പുറത്തു നിന്ന് വന്ന കുറച്ച് റെയ്ഡേഴ്സ് ഈ ലൂസിയുടെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. സോ പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ലൂസി ഔട്ടർ വേൾഡിലേക്ക് പോകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ലൂസിയുടെ ഒരു മിഷൻ മാത്രമാണ്. ഇതുപോലെ മറ്റ് 2 ക്യാരക്ടേഴ്സിനും അവരവരുടേതായ മിഷൻസും ബാക്ക് സ്റ്റോറീസും ഉണ്ട്. ഈ 3 ക്യാരക്ടേഴ്സിൻ്റെയും ഒരു കൈൻഡ് ഓഫ് അഡ്വഞ്ചറാണ് സീരീസിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, ഈ അപ്പോക്കാലിപ്സ് തുടങ്ങുന്നതിന് മുൻപ് നടക്കുന്ന കാര്യങ്ങളും അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഇവൻസും വളരെ കിഡുവായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഞാൻ പറഞ്ഞു ലൂസി, മാക്സിമസ്, ഗൂൾ എന്നിങ്ങനെ 3 പ്രധാന ക്യാരക്ടേഴ്സാണുള്ളതെന്ന്. ഈ 3 ക്യാരക്ടേഴ്സും വൻ കിടുവാണ്. എസ്പെഷ്യലി ഇതിലെ ഗൂൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, വാൾട്ടൺ ഗോഗിൻസ് ആണ് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുള്ളത്. കിഡിലം പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. മറ്റ് 2 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ അത് വേറെ ലെവലാവുന്നുണ്ട്. കാരണം മാരക സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു പുള്ളിക്കുള്ളത്. ഈ 3 ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറും പുള്ളിയുടേതായിരുന്നു. ഈ 3 ക്യാരക്ടേഴ്സിൽ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോ ആയിട്ട് തോന്നിയത് മാക്സിമസ് എന്ന ക്യാരക്ടറാണ്. ബട്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഈ 3 ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. സീരീസിൽ അനാവശ്യമായിട്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നില്ല. മിക്കതും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. ഈവനൊരു പട്ടിക്ക് പോലും വലിയൊരു ഇമ്പോർട്ടൻസ് സീരീസിലുണ്ട്. ഈ സീരീസിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ മേക്കിങ്. ഒരു ബ്ലാക്ക് കോമഡി മൂഡിലാണ് സീരീസ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വേൾഡ് ഭയങ്കരധികം ബ്രൂട്ടലായിട്ടുള്ള വയലൻറ്റ് വേൾഡാണ്. അതിനെ വേണമെങ്കിൽ ഇവർക്ക് വാക്കിംഗ് ഡെഡിലൊക്കെ കാണിച്ച പോലെ സീരിയസ് ആയിട്ട് റോ ആയിട്ട് കാണിക്കാമായിരുന്നു. ബട്ട് ഇവരതൊരു ബ്ലാക്ക് കോമഡി രീതിയിലാണ് കാണിക്കുന്നത്. സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ് ആവുന്നുണ്ടെങ്കിലും മിക്ക സ്ഥലങ്ങളിലും സീരീസ് ഒരു ബ്ലാക്ക് കോമഡി നേച്ചർ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വെസ്റ്റ് വേൾഡും പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജോനാഥൻ നോളനാണ് ഇതും മേക്ക് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സീരീസ് എത്രത്തോളം കിഡുവായിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഊഹിക്കാൻ പറ്റും. ആമസോൺ പ്രൈമിൻ്റെ ഈ വർഷത്തിലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഇട്ടെടുത്ത സീരീസാണിത്. അത്രയധികം വലിയൊരു പ്രൊഡക്ഷൻ സ്കെയിലാണ് സീരീസിനുള്ളത്. ആൻഡ് അത് ഫുള്ള് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തെന്ന് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം എല്ലാം VFX ആയാലും മേക്കപ്പ് ആയാലും സെറ്റ് ഡിസൈനിങ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് എടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിനകത്തൊരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ളൊരു ക്രീച്ചറിനെ കാണിക്കുന്നുണ്ട്. അതിനെയൊക്കെ കിഡിലനായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീരീസ് കാണുമ്പോൾ ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ക്വാളിറ്റി കുറയുന്നതായിട്ട് തോന്നത്തില്ല. ഈവൻ സീരീസ് കഴിഞ്ഞിട്ടുള്ള ഓരോ എപ്പിസോഡിലെയും എൻഡ് ക്രെഡിറ്റ്സിൽ വരെ അവർ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട്.
ആൻഡ് ഓഡിയൻസിനെ ത്രൂ ഔട്ട് പിടിച്ചിരുത്താൻ സീരീസിന് കഴിയുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെ സീരീസ് ഒട്ടും തന്നെ നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ ഇട്ട് തന്ന് നമ്മളെ എൻഗേജിങ് ആക്കിയാണ് സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും സീരീസിലുണ്ട്. അതെല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് അവർ റിവീൽ ചെയ്തത്. സീരീസിൻ്റെ മ്യൂസിക്കും ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസും പ്രിസൺ ബ്രേക്കും വെസ്റ്റ് വേൾഡും ഒക്കെ ചെയ്തിട്ടുള്ള രാമിൻ ജാവഡിയാണ് ഇതിൻ്റെ മ്യൂസിക്കും ചെയ്തിട്ടുള്ളത്. കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് ഗൂളിൻ്റെ ഒരു എൻട്രി സീനുണ്ട്. ആ സീനിലെ മ്യൂസിക്കൊക്കെ കിഡിലനായിരുന്നു. സീരീസിൽ ആക്ഷൻ സീക്വൻസുകളൊന്നും അധികം ഇല്ലായിരുന്നു. ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് സീൻസൊന്നും സീരീസിലില്ല. ബട്ട് സ്റ്റിൽ നല്ല രസമായിട്ട് ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയൊരു സീരീസായിട്ടാണ് എനിക്ക് ഫാൾ ഔട്ട് ഫീൽ ചെയ്തത്. 8 എപ്പിസോഡ്സ് ഉള്ള ഫസ്റ്റ് സീസണാണ് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയത്. സെക്കൻഡ് സീസൺ അവർ ഓൾറെഡി റിന്യൂ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് സീസൺ 2 വേണ്ടിയിട്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, വലിയ വേൾഡ് ബിൽഡിങ്ങും ഒരുപാട് ലോറും ഒക്കെയുള്ള സീരീസുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റിയ ഒരു കിഡിലോസ്കി സീരീസാണ് ഫാൾ ഔട്ട്. ഓൾറെഡി നിങ്ങൾ ഈ സീരീസ് കണ്ട ആളാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്